പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് മെഴ്സിഡസ് ബെൻസ്. അവർക്ക് മാത്രമല്ല ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒന്നാണല്ലോ ബെൻസ്. രാജകീയ പ്രൗഢിയോടെ നിരത്തിലിറങ്ങുന്ന ഈ വാഹനത്തിൽ ഒന്ന് കയറാൻ ആഗ്രഹിക്കാത്തവർ കുറവാണ്. ഇപ്പോഴിതാ ഈ കാറിന്റെ പേരിന് പിന്നിലെ കഥ നിലവിലെ സിഇഒ വെളിപ്പെടുത്തിയത് ചർച്ചയായിരിക്കുകയാണ്. അടുത്തിടെ അമേരിക്കൻ അഭിഭാഷകനും വ്യവസായിയുമായ ഡേവിഡ് റൂബൻസ്റ്റീനുമായി മെഴ്സിഡസ് ബെൻസ് സിഇഒ സ്റ്റെൻ ഒല കലേനിയസ് ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. ഈ സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം മെഴ്സിഡസ് ബെൻസ് എന്ന പേരിന്റെ പിന്നിലെ കഥ പറയുന്നത്. 1886 ഗോട്ട്ലീബ് ഡെയ്ലർ സ്ഥാപിച്ചതായിരുന്നു ഈ കാർ കമ്പനി. അന്ന് ഇതിന്റെ പേര് ഡെയ്ലർ എന്നായിരുന്നു. അക്കാലത്ത് വിൽഹെം മെയ്ബാക്ക് ആയിരുന്നു ഡെയ്ലറുടെ ചീഫ് എഞ്ചിനീയർ. 15 വർഷത്തിന് ശേഷം ഓസ്ട്രിയൻ വ്യവസായിയായ എമിൽ ജെല്ലിനക് റേസിംഗ് ആവശ്യങ്ങൾക്കായി ഒരു എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാൻ ഡെയ്ലറെയും മെയ്ബാക്കിനെയും സമീപിച്ചു. ഫ്രാൻസിലെ നൈസിൽ നടന്ന ഒരു കാറോട്ട മത്സരത്തിൽ പങ്കെടുത്ത് മത്സരത്തിലെ വിജയിയാകാൻ വേണ്ടിയായിരുന്നു അത്. ഡെയ്ലറും മെയ്ബാക്കും ജെല്ലിനക്കിന്റെ ആഗ്രഹം നിറവേറ്റി. അദ്ദേഹത്തിനായി അവർ ശക്തമായ ഒരു എഞ്ചിനുള്ള വാഹനം നിർമ്മിച്ചു. അങ്ങനെ അദ്ദേഹം ആ മത്സരത്തിൽ വിജയിച്ചു. ആ കാറിന് തന്റെ മകളുടെ പേരിടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എമിലിന്റെ മകളുടെ പേരായിരുന്നു മെഴ്സിഡസ്. മാത്രമല്ല, ഇത് ആഗോള തലത്തിൽ ജനപ്രിയമായ ബ്രാൻഡായ മെഴ്സിഡസ് ബെൻസിന്റെ ഭാഗമാവുകയും ചെയ്തു. 1902 ജൂൺ 23 മെഴ്സിഡസ് ബെൻസ് ഒരു ബ്രാൻഡ് നാമമായി രജിസ്റ്റർ ചെയ്യുകയും സെപ്റ്റംബർ 26 നിയമപരമായി പരിരക്ഷിക്കുകയും ചെയ്തു. 1903 ജൂണിൽ എമിൽ ജെല്ലിനക് ഭാവിയിൽ തന്നെ ജെല്ലിനക് മെഴ്സിഡസ് എന്ന് വിളിക്കാനുള്ള അനുമതി നേടിയിരുന്നു. 1918 ജനുവരി 21 മരിക്കുന്നതുവരെ എമിൽ ജെല്ലിനക് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിന് താല്പര്യമുള്ള നിരീക്ഷകനായി തുടർന്നു. സ്ഥാപകരും പേരിന് കാരണക്കാരുമൊക്കെ കാലയവനിക്കുള്ളിൽ മറഞ്ഞെങ്കിലും മെഴ്സിഡസ് ബെൻസ് കാലങ്ങളെ അതിജീവിച്ച് ലോകത്തിന്റെ എല്ലാ ദൂരത്തിലേക്കും അതിന്റെ യാത്ര തുടരുന്നു.